ഓ ദാ വിളിക്കുന്നു. പടം പോയി കണ്ടു കാണും. ഇപ്പൊ എടുക്കണ്ട. ഇറങ്ങി വാടാ. എന്തു വേണം? അല്ലടാ, ഞാൻ തിയേറ്ററിൽ പോയായിരുന്നേ. അപ്പോഴാണെങ്കി നിർത്ത്. നീ ഇന്ന് പടത്തിന് പോയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പടം കാണാൻ പോണേ ഉള്ളു. ഇറങ്ങും. ഞാൻ പറയട്ടെ. വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് നല്ല ഫ്രഷ് മൈൻഡോടെ പോയി പടം കാണണം. ഇറങ്ങടാ, സ്പോയിലർ റോളി എന്റെ വീട്ടിൽ നിന്ന്. അതല്ല, വേറൊരു കാര്യമാണ്. എന്തൊരു കാര്യമാണെങ്കിലും ഞാൻ ദാ ഇപ്പൊ ഉച്ചയ്ക്കത്തെ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതുവരെ നീ പറയണ ഒന്നും ഞാൻ കേൾക്കില്ല. നീ ഒന്നും പറയണില്ലല്ലേ? അല്ല, നീ ഒന്നും കേൾക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ തന്നെ പറയണം. ഞാൻ എന്തായാലും ഇനി പടത്തിന് പോയിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. നീ ഇതൊന്ന് കേട്ടിട്ട് പോ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പടത്തിന് പോയിട്ട് വന്നിട്ട് നീ പറയുന്നത് എന്തോന്നാണോ ഞാൻ കേൾക്കാം. അതിനു മുമ്പ് നീ എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയിരിക്കും. ഞാൻ എന്തോന്ന് സ്പോയിലർ പറഞ്ഞതാണ് നീ പറയണത്? നീ തുടരും കണ്ടിട്ട് എന്നെ വിളിച്ചെന്തോന്ന് പറഞ്ഞേ? ഞാൻ ജോർജ് സാറിന്റെ മോളെ മോഹൻലാലിന്റെ മോൻ പ്രേമിക്കും. ഇത് ഇഷ്ടപ്പെടാത്ത ജോർജ് സാറ് മോഹൻലാലിന്റെ മോനെ കൊന്ന് മോഹൻലാലിന്റെ കാറിന്റെ ഡെക്കി തന്നെ ഇടും. ഇതറിയാതെ മോഹൻലാലി കാറും കൊണ്ടുള്ള കാടും മലയത്തിലും കയറി ഇറങ്ങും. അവസാനം മോഹൻലാലിന്റെ കയ്യിലെടുത്തുള്ള ഒരു ചാട്ടമുണ്ട്. ഇത് കാണാനാണ് ആൾക്കാരിലാണ് പോണത്. ഞാൻ തിയേറ്ററിന്റെ ഫ്രണ്ട് വരെ എത്തിയതാണ്. അപ്പോഴാണ് നീ അത് വിളിച്ചു പറഞ്ഞത്. പിന്നെ എനിക്ക് പടത്തിന് കയറാൻ പോലും തോന്നിയില്ല. ഞാൻ പടത്തിന് പോയിട്ട് വരും. അതുവരെ നീ മിണ്ടരുത്. ഇനി നീ പറഞ്ഞു, നിനക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു. വേണമെങ്കിൽ പടത്തിന്റെ ഫുള്ള് കഥയും പറഞ്ഞു. ഞാൻ പടം കണ്ട്. ഞാൻ പടത്തിന്റെ സ്പോയിലർ പറയാനല്ല വന്നത്, നിന്റെ ജീവിതത്തിന്റെ സ്പോയിലർ പറയാനാണ്. ജീവിതത്തിന് സ്പോയിലറാ? ഞാൻ രാവിലെ പടത്തിന് പോയപ്പോഴത്തേക്കും നിന്റെ പെണ്ണ് വേറൊരുത്തനെ കൊണ്ട് അവിടെ നിൽക്കണം. അത് പറയാനാണ് ഞാൻ വന്നത്. ഒന്ന് പോടാ. അത് അവളൊന്നായിരിക്കൂലേ? ഹലോ ഹലോ, ഇന്ന് രാവിലെ നീ എവിടെ പോയിരുന്നടി? ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. നിന്നെ തിയേറ്ററിൽ വെച്ച് കണ്ടെന്ന് ഹരി പറഞ്ഞല്ലേ? അത് ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും. അവിടെ സിനിമ ഇട്ടു തുടങ്ങി. പാവണേ,